ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ വർക്കൗട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ നട്ട്സും ബോൾട്ടും ഒക്കെ ഞാനെടുത്ത് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ പരിപാടി തീരെ ഇഷ്ടമില്ല. പ്രത്യേകിച്ച് ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ബ്ലാക്ക് കറുത്ത മുന്തിരി ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ അതാണ് ബ്ലഡ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ സാധനം. അപ്പോൾ നന്നായിട്ട് അത് വാഷ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. തലേന്ന് രാത്രി തന്നെ ഞാൻ അതും പിന്നെ കുറച്ച് ഡേറ്റ്സ്, ബദാംസ് അതൊക്കെ ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ മറ്റേ ചിയ സീഡ്സിലെ അതും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ ഇതൊക്കെ വീണ്ടും ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് വളരെ ബ്ലഡ് കോണ്ടൻറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്, HB കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ എക്സസൈസും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൻ ഒരു 6:15 തന്നെ എഴുന്നേറ്റ് കേട്ടോ. ഞാനില്ലെങ്കിൽ അവൻ പെട്ടെന്ന് എഴുന്നേക്കും. അപ്പോൾ അവനും എഴുന്നേറ്റ് വന്നു. പിന്നെ അറിയാമല്ലോ, എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എൻ്റെ കൂടെ എൻ്റെ പുറത്ത് കയറുന്നു, വയറിൽ കയറുന്നു, ഒന്നും പറയണ്ട, ഒന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്തു വെച്ചു കേട്ടോ. 1 മണിക്കൂർ ചെയ്തു എങ്കിൽ കൂടെ ഒരു അരമണിക്കൂറിനത് മാത്രമേ എഫക്റ്റ് ആയിട്ടുള്ളൂ. ബാക്കി ഫുള്ളി എൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കുറേ നേരം അതിൽ അവസാനിച്ചു. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമല്ലോ, ഇതായിരുന്നു എൻ്റെ യോഗനിദ്ര. പിന്നെ ഓണത്തിൻ്റെ ചിങ്ങം 1-നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അമ്മ പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാനോർത്ത് കല്ലൂന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ. പൊതുവേ കുട്ടികൾക്ക് ഈ പൂവൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മോൻ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് ആ സെക്കൻഡ് തന്നെ സൈക്കിൾ എടുത്തിട്ട് ഏറ്റവും എന്താ പറയുക, എൻ്റെ പുറത്തോട്ട് കയറ്റി അങ്ങ് ഉരച്ച് പൂവൊക്കെ ഒരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയും കല്ലും കുറേ നേരം മൽപ്പിടുത്തമായിരുന്നു. അവൻ സൈക്കിളിട്ട് അതിൻ്റെ മുകളിലേക്കാക്കും, അമ്മ അത് മാറ്റി വയ്ക്കും. അവസാനം അമ്മയ്ക്ക് മതിയായിട്ട് അമ്മ പറഞ്ഞു, മോനെ ഈ മുറ്റവും പൂവും നീ തന്നെ എടുത്തോന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോയി. പിന്നെ കല്ലുവിൻ്റെ എന്താ പറയുക, ആഞ്ഞ് വിളയാട്ടമായിരുന്നു കേട്ടോ. ഓപ്പൺ അല്ലേ, വാ ഇതാ ഓപ്പൺ ആക്കട്ടെ. ഇതാ ബുക്ക് വേണ്ടേ? ഇതാണ് പെയിന്റ് ചെയ്യേണ്ടത്. ഇതാ സ്റ്റിക്കർ, സ്റ്റിക്കർ വേണം. അതാ വേണ്ട, നമ്മൾ ഏത് ഇതാ അങ്ങനെ തൊടുന്നത്. അത് എടുത്തിട്ട് പെയിന്റ് അടിക്കുന്ന സാധനം അവിടെ എല്ലാം ശ്രമിക്കും. അമ്മ എല്ലാം ചെയ്തു തരും. അത് നിലത്തുനിന്ന് ആക്കണ്ട. ഈ ബുക്ക് കണ്ട, ഈ ബുക്കിലാണ് പെയിന്റ് അടിക്കണ്ട. ഇതെടുത്തിട്ട് അടുക്ക്. അത് പെയിന്റ് ആണല്ലോ. അയ്യേ കൈ നോക്കിയ അപ്പിയാവും. ഇതെന്നെ സംഭവം എന്ന് പറയാം കല്ലു. ഇതിങ്ങനെ നമ്മളിങ്ങനെ പെയിന്റ് എടുത്തിട്ട് ഈ ബുക്കില്ലേ, ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് ബുക്കിൽ ഇങ്ങനെ നമ്മൾ കളർ അടിക്കണം. കണ്ട, അടിപൊളി. ഇനി ഇങ്ങനെ 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 അതാ വേണ്ട. ഓക്കെ, ഏത് അതിന്റെ കളർ ഏതാ? കളർ പറ. അതേതാ കളറ്? റെഡ്. ഓക്കെ, റെഡാ മതി. ആക്ച്വലി ഇതൊരു ഡ്രോയിങ് ഗിഫ്റ്റാണ്. കല്ലുവിന് ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, അവനത് മുഴുവൻ എടുത്ത് നശിപ്പിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ ഇതിലുള്ള ഓരോ ടൂൾസും അവൻ്റെ കയ്യിലുണ്ട്. ആ വാട്ടർ കളർ ഒഴികെ ബാക്കി എല്ലാം അവൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും കാര്യമില്ല, അവനത് എല്ലാം എടുത്ത് കളയും. അപ്പം ഞാൻ ഓർത്തു ഒരു 3 years എബവ് അത് യൂസ് ചെയ്യാൻ കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ട് ഞാനത് മാക്സിമം ഓപ്പൺ ചെയ്യാണ്ട് വെച്ചു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാണ്ട് വേറെ വഴിയില്ല. പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല ആരും. അങ്ങനെ അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഞാൻ അതെല്ലാം ബാക്ക് ടു അതേ പൊസിഷനിൽ എടുത്ത് വെച്ചിട്ട് അവൻ കാണാതെ ഞാൻ ഷെൽഫിൽ വെച്ചിട്ടാണ്. ഏകദേശം ഇത്രയൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ എനർജിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പഴം എടുത്ത് കഴിക്കുകയാണ്. സാധാരണ ഞാൻ ഈ നേന്ത്രപ്പഴം കഴിക്കാറേ ഇല്ല, എനിക്കങ്ങനെ ഇഷ്ടമല്ല അത്. പിന്നെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ബോഡിയിൽ വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ കഴിക്കാറുള്ളത്. അല്ലെങ്കിൽ കൂടുതലും ഞാൻ ഈ ഷുഗർ കണ്ടൻറ്റുള്ള ഫുഡാണ് കഴിക്കുക. അതാണെങ്കിൽ നമ്മൾ തടി വയ്ക്കാൻ ഭയങ്കര ചാൻസും കൂടുതലാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ഷുഗർ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ, അപ്പം നിനക്ക് അതിൻ്റെ റിസൾട്ട് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ
ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഷുഗർ കണ്ടൻറ്റുള്ളത് കഴിക്കും ഡെയിലി. അപ്പോൾ അതെ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്ന. പിന്നെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ ഒന്ന് വേറെ ആവശ്യങ്ങൾക്കൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ കല്ലു മോര് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് മോര് കൊടുത്തു. മോര് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഗ്ലാസ് കൊടുത്താൽ കുടിക്കും. അവർക്ക് ഈ പുളിയുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കിവി ഇഷ്ടമാണ്, പിന്നെ മോര്, തൈര് അങ്ങനെയുള്ള എല്ലാം ഇഷ്ടമാണ്. എങ്ങനെയാണ് എന്തോ കഴിക്കുന്നത്. അപ്പം അത് കൊടുത്തപ്പോൾ പറയാണ് വീണ്ടും വേണമെന്ന്. ഇനി വേണ? ഓക്കേ എന്നാ എന്നാ വേണ്ട ഇനി? മോരു ഗ്ലാച്ചിട്ടാ കുടിക്കുവോ? ഷുവറാ? ആണോ ആണോ? അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എന്താ ചെയ്യണേ, അവൻ്റെ ബാത്ത് ടബിൽ ഇരുന്നിട്ട് ബോൾ കൊണ്ട് കളിക്കുകയാണ് കേട്ടോ. അതിന് ആക്ച്വലി ഓട്ടയൊക്കെ വന്നിട്ട് ഏട്ടൻ സിമെൻ്റൊക്കെ വെച്ചിട്ടാണ് അത് അടച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് അവസ്ഥ. എനിക്കിത് മുഴുവൻ ക്ലീൻ ചെയ്ത് വെക്കാണ്ട് ഒരാളെ പണിയുണ്ട്. ഇതൊക്കെ അവൻ എന്താ പറയുക ഉണർന്നിരിക്കുമ്പോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് പൊടിയുള്ള സംഭവങ്ങളാണ്. പിന്നെ അവൻ ഒന്നും തന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാലും അവൻ ഇറയത്തായിരിക്കുമ്പോൾ അത്രയും പൊടി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് കുറേ നേരം അതും ഇതൊക്കെ എടുത്തു. പിന്നെ കുറേ തുമ്മി. പിന്നെ എനിക്ക് മനസ്സിലായി ഇവനെയും കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം തന്നെ എങ്ങനെയൊക്കെയോ ഉറങ്ങാൻ ഭയങ്കര മടിയായിപ്പോൾ. ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിലെത്തി നിന്നാലും ഉറങ്ങില്ല. ഭയങ്കര വാശിയാണ്. ഞാൻ ഉറങ്ങില്ല, എന്നെ ഉറക്കണ്ടെന്നൊക്കെ പറയും. പക്ഷെ അവൻ ആ ഒരു സമയത്ത് ഉറങ്ങിയില്ല എങ്കിൽ അവൻ്റെ ക്യാരക്ടർ ഭയങ്കര മോശമായിരിക്കും കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും കരഞ്ഞ് വെള്ളം വെച്ച് ഉറങ്ങേണ്ട ഒരു ഇത് വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ മാക്സിമം എന്താ പറയുക എങ്ങനെയെങ്കിലും ഞാൻ ഉറക്കാൻ ശ്രമിക്കും. അത് ഉറങ്ങിയില്ലെങ്കിൽ പണി കിട്ടുന്നത് എനിക്കാണെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. അതാണ് മെയിൻ സംഭവം. അപ്പം കുറേ ഉറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ പാട്ടൊക്കെ പാടി എങ്ങനെയൊക്കെയോ ഉറക്കി. ഇവനിനി ഉറങ്ങിയിട്ടാണ് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അവൻ ഈ തുമ്മുന്നയും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം പൊടി അവൻ്റെ മുന്നിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. അത് വീണ്ടും ഇവന് ഇപ്പോൾ കുറേ ആയിട്ട് കുറച്ച് കുറവുണ്ട് ഇങ്ങനെയുള്ള വലിവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ ഉറങ്ങിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അമ്മ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കറി ഞാൻ ഉണ്ടാക്കി. എനിക്ക് ഈ ചോറ് വാർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. എനിക്കത് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാനത് അങ്ങനെ അങ്ങോട്ട് വാർക്കാൻ നിൽക്കാറില്ല. നമ്മൾ ഈ അരിപ്പ പാത്രം ഉണ്ടല്ലോ അതിലാക്കിയിട്ടാണ് ഞാനിത് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് അമ്മ സെറ്റാക്കിയിട്ടാണ് അമ്മ പോയത്. അപ്പോൾ കല്ലു ഉറങ്ങി. അവന് ഞാൻ 4 ഭാഗത്തും തലയണയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പില്ലോ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെക്കൂലേ വീഴുന്നതിന്. ഇതൊന്നും വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവൻ്റെ 2 ചവിട്ടലിനതൊക്കെ പോകും. എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിന് വെക്കും. പിന്നെ ഞാനൊരു 100 തവണ വന്ന് നോക്കും. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ആണെങ്കിൽ ഞാനൊരു 40 സെക്കൻഡ് ഞാൻ എങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ വന്നുകൊണ്ടിരിക്കും. എനിക്ക് പേടിയാണ് നിലത്തോട്ട് വീഴുമോ. അങ്ങനെ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ വരും, ഇടയ്ക്കിടയ്ക്ക് നോക്കും. പിന്നെ അന്ന് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തു എന്നാൽ തന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കല്ലുവിൻ്റെ കൂടെ കിടക്കാമെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ വിചാരിച്ച് നിന്നതാണ്. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ഫുഡും കൂടെ കഴിച്ച് കഴിയുമ്പോഴേക്കും അവൻ എഴുന്നേറ്റ്. ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ആവാൻ നിന്നില്ല കേട്ടോ. ആ പകുതിക്ക് എത്തുമ്പോൾ തന്നെ അമ്മാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അവനങ്ങനെ ഉറങ്ങുന്നില്ല. അവൻ പൊതുവേ വീട്ടിൽ അമ്മയില്ലെങ്കിൽ അവനങ്ങനെ ഉറങ്ങാറില്ല. ഭയങ്കര സൈലൻസ് ആയിരിക്കും. എന്താ എൻ്റെ സംഭവം എന്ന് എനിക്കറിയില്ല. പണ്ട് മുതലേ അങ്ങനെയാണ്. അമ്മ വീട്ടിലില്ലെങ്കിൽ അവനങ്ങനെ അധികം ഉറങ്ങാറില്ല. അപ്പോൾ പകൽ സമയത്താണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് ക്ലീനാക്കി വെച്ചു. എത്ര ടോയ്സ് ഉണ്ടെങ്കിലും അങ്ങനെയാണ്. പിന്നെ ഈ എൻ്റെ ലാപ്പിൻ്റെ ഒരു കോലം കണ്ടില്ല. എൻ്റെ കീസൊക്കെ ഫുൾ പറിച്ച് എന്താ പറയുക ഓരോ ഭാഗത്തായിരുന്നു. അമ്മേൻ്റെ ബെഡിലായിരുന്നു മുഴുവൻ. അമ്മ എങ്ങനെയാണ് ആ ബെഡിൽ കിടന്നത് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ക്ലീനാക്കി ഫുൾ നീറ്റായിട്ട് വിരിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും പിന്നെ ഏട്ടൻ വന്നു. പിന്നെ കല്ലു എഴുന്നേറ്റു. അവന് ഫുഡ് കൊടുക്കാൻ തന്നെ വേണം ഒരു 1 hour, മോർ ദാൻ 1 hour. അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം പോയി. ഒരു മോർണിംഗ് ടു ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും. മെയിനായിട്ട് ഞാൻ എൻ്റെ ആ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു ഉച്ചവരെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എടുക്കാമെന്ന് ഓർത്തു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ബൈ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ കുറച്ച് വളരെ നന്നായിരിക്കും.
അത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. ഇതാ യുദ്ധമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നമ്മൾ ഏതിലൊക്കെ ഇരുത്തിയാലും അവൻ കഴിക്കില്ല. മതി, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും വേറെ നല്ല എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ.